അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഭാര്യ ഭർത്താക്കന്മാർ ഏതെല്ലാം രൂപത്തിലാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്? ഇസ്ലാമിൽ അനുവദനീയമായ രൂപങ്ങൾ ഏതാണ്? അനുവദനീയമല്ലാത്ത ഹറാമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്നത്തെ ക്ലാസ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, നിസാഉകുൻ ഹർസുൽ ലക്കും ഫഅ്തു ഹർസക്കും അന്നാ ശഅ്തും വഖദ്ദിമൂ ലിഅൻഫുസിക്കും വത്തഖുല്ലാഹ വഅലമു അന്നകും മുലാഖൂഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ സ്ത്രീകൾ ഹർസുല്ലക്കും, അത് നിങ്ങൾക്കുള്ള കൃഷിസ്ഥലമാണ്. ഫഅ്തു ഹർസക്കും അന്നാ ശഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ നിങ്ങളുടെ കൃഷിസ്ഥലത്തെ അഥവാ ഭാര്യയെ നിങ്ങൾക്ക് സമീപിക്കാം. അങ്ങനെ നിങ്ങൾ സമീപിക്കുക. അപ്പൊ അവിടെ കൃഷിസ്ഥലം എന്ന ആ പ്രയോഗം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ അതിലൂടെയാണല്ലോ മക്കൾ ജനിക്കുന്നത്. ആ നിലക്ക് പറഞ്ഞതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ ഭാര്യയെ സമീപിക്കുക എന്ന്, നിങ്ങൾ കൃഷിസ്ഥലമാകുന്ന ഭാര്യയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? അത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. വസവാഉൻ അത്തർറജുലു ഇംറഅതുഹു മിൻ അമാമിഹാ ഔ മിൻ ഖൽഫിഹാ ഔ അൻ ജൻബിഹാ ഫകുല്ലു ദാലിക ജായിസുൻ മാദാമൽ ജിമാഉ ഫിൽ ഫർജി. അപ്പൊ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ പറ്റും എന്ന് പറഞ്ഞാൽ ഭാര്യയുമായി ബന്ധപ്പെടേണ്ടത് അവളുടെ ഗുഹ്യസ്ഥാനത്ത് തന്നെ ആവുകയും ആ ഭാര്യയെ സമീപിക്കുന്നത് മുമ്പിലൂടെയാണെങ്കിലും പിമ്പിലൂടെയാണെങ്കിലും ചെരിഞ്ഞു കടന്നുകൊണ്ടാണെങ്കിലും ഒക്കെ ഫകുല്ലു ദാലിക ജായിസുൻ, അത് മുഴുവനും അനുവദനീയമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഏത് ഭാഗത്തിലൂടെ എന്നതല്ല അവിടുത്തെ പ്രശ്നം, മറിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മുന്തുവാരത്തിൽ തന്നെ ആവണം. ഇത് ഫിഖഹിന്റെ കിതാബുകളിലും കാണാം. ഫത്ഹുൽ മുഈനിൽ ഈ വിഷയം വ്യക്തമായി പറയുന്നുണ്ട്. യജൂസു ലിസ്സൗജി കുല്ലു തമത്തുഇൻ മിൻഹാ ബിമാ സിവാ ഹൽഖതി ദുബരിഹാ. ഭർത്താവിനിക്ക് അവളുമായി എല്ലാത്തരം സുഖമെടുക്കലും അനുവദനീയമാണ് അവരുടെ പിന്തുവാരത്തിൽ വെച്ച്. പിന്തുവാരത്തിൽ ജിമാ ചെയ്യുക എന്നുള്ളത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. മേലെ പറഞ്ഞ ആയത്തിന്റെ ബാക്കി ഭാഗം കാണാം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅലമു അന്നകും മുലാഖൂഹ്, നിങ്ങൾ അറിയുക, തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹറാമായ രീതി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ വികാരം പിടിച്ച് നിർത്താൻ കഴിയാത്തത് കൊണ്ടൊക്കെ ആർത്തവകാലങ്ങളിൽ ഭാര്യയുടെ പിന്തുവാരത്തിലൂടെ ബന്ധപ്പെടുന്നതായി കേൾക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ നേരത്തെ വരികയും ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഏത് ഭാഗത്തിലൂടെയും ഭാര്യയെ സമീപിക്കാം എന്ന് പറയുമ്പോൾ തന്നെ പിന്തുവാരത്തിൽ അവിടെ സംയോഗം ചെയ്യൽ അനുവദനീയമല്ല, അത് കടുത്ത തെറ്റാണ്, ഹറാമാണ്, പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട്, കുറെ ആദാബുകളുണ്ട്. അതെല്ലാം പരിഗണിക്കുകയും ആ സുന്നത്തുകളൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ അവരിൽ ജനിക്കുന്ന മക്കള് സ്വാലിഹീങ്ങളായി തീരുവാനും പരലോകത്ത് ഉപകരിക്കുന്നവരായി തീരുവാനും ഒക്കെ അത് കാരണമാകും. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. മക്കളില്ലാത്ത ധാരാളം ദമ്പതിമാരുണ്ട്. അവർക്കൊക്കെ സ്വാലിഹായ സന്താനങ്ങളെ
അദീമായ റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു.